എൻ്റെ പേര് ബാഹുലീനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതാണ്. ആറ്റിങ്ങിൽ കനത്ത മഴ തുടരുന്നുണ്ട്. 5:30 തുടങ്ങിയ മഴ ഇപ്പോഴും തോർന്നിട്ട് വീണ്ടും കനത്ത മഴയാണ് പെയ്യുന്നത്. തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാക്കുന്നുണ്ട്. 55 മുതൽ 60 വരെ സാധ്യതപ്പെടുന്നുണ്ടെന്നും പറയാം. ആകാശം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നു. മേഘാർദ്ധമായി കിടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ ലൈവ് പറയുന്ന ആറ്റിങ്ങിൽ നിന്നാണ് ലൈവ് പറയണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാകുന്നുണ്ട്. ആകാശം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ആകാശം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലും നെയ്യാറ്റിൻകരയിലും അമരവിളയിലും ധനുഷ്പുരത്തും മഴ കനത്ത് പെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. അവിടെയും നല്ല മഴയാണ്. തിരുവനന്തപുരം ജില്ലയിലും മഴയാണ്. അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. ലൈവിൻ്റെ പ്രശ്നമാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയും, തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെടുമങ്ങാട് ഭാഗങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഫോണിൽ കൂടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാലവർഷം പോലെ തന്നെ മഴ നിൽക്കുന്നുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ഓണം അടുത്തതോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഓണക്കച്ചവടങ്ങൾ പൊടി പൊടിക്കുന്ന സമയത്താണ് മഴ തുടങ്ങിയിട്ടുള്ളതെന്ന് പറയാം. ഈ മഴ 2018 ഓണ സമയത്താണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. അതുപോലെ 2019 വെള്ളപ്പൊക്കം ഉണ്ടായ ഓണ സമയത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ വീണ്ടും മഴ ഇവിടെ എത്തിയിട്ടുണ്ട്. ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് ആദ്യമായിട്ട് പോകുന്നുണ്ട്. അപ്പോഴേ മഴ തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കനത്ത മഴയാണ് പെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. കടൽ കരയിലേക്ക് ചില ഭാഗത്തേക്ക് കയറിക്കൊണ്ട് നിൽക്കണമെന്ന് തന്നെ പറയാം. വീടുകളിലെയും വെള്ളം കയറിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. പൊഴിയൂര്, പുല്ലുവിള, പൂവാർ, ശംഖുമുഖം, വേളി എന്ന പ്രദേശങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമാക്കുന്നതെന്ന് പറയാം. അപ്പോഴും മഴയുടെ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. മഴയുടെ ദൃശ്യങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. ലൈവാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കനത്ത മഴയാണ് നേരത്തെ പെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത്തിരി മഴ തുള്ളി തോർന്നിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ആകാശം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നുണ്ട്. മേഘാർദ്ധമായി തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ ഇടി വെട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അത്തരം മഴയാണ് അവിടെ പെയ്യുന്നതെന്ന് പറയാം. കാലവർഷം പോലെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയൻ.